ചോദിക്കുന്നത് ഈ മാർച്ചിൽ അല്ല സാറേ, പിന്നെ ഈ നികുതി അടക്കണ സ്ഥലം ഇവിടെ നികുതി പിന്നെ എനിക്ക് ഒരു നോട്ടീസ് വന്നതാണ്. ഇത് നികുതി അടക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് ഒരു കുടുംബശ്രീന്റെ ഒരാൾ കൊടുക്കുന്നതാ. നികുതി അടക്കണം. എന്തിന് ഞാൻ നികുതി അടക്കണേ? നിങ്ങൾക്ക് വീടില്ലേ? വീടുണ്ട്, കുടിയിരുന്നിട്ടില്ലല്ലോ. കുടി കഴിഞ്ഞ വർഷത്തെ അടച്ചിട്ടുണ്ടല്ലോ ഉള്ളതാണ്. എന്ത് വർഷത്തെ? ഏത് വർഷം? കഴിഞ്ഞ വർഷത്തെ നികുതി അടച്ചിട്ടുണ്ടല്ലോ. ഞാൻ കുടിയിരുന്നത് ഇപ്പൊ ഈ മിഞ്ഞാന്നാ. നിങ്ങൾക്ക് നമ്പർ കിട്ടിയോ വീടിന്റെ? നമ്പർ കിട്ടി, അത് മറ്റേ എഞ്ചിനീയർ നമ്പർ ഇട്ടതല്ലേ. എഞ്ചിനീയർ നമ്പർ നല്ലത്. ഇവിടെ വന്ന് നികുതി അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നമ്പർ കിട്ടുള്ളൂ. നമ്പർ കിട്ടിയാലേ നികുതി അടയ്ക്കാൻ പറ്റുള്ളൂ. ഞാൻ കുടിയിരുന്നിട്ട് താമസം തുടങ്ങിയത് മിഞ്ഞാന്ന് മുതലാ. പിന്നെ എങ്ങനെ എന്റെ പേരൊക്കെ നമ്പർ കിട്ടണേ? കുടിയിരുന്നോ എന്നുള്ളത് പ്രശ്നമല്ല. വീടായി നമ്പർ ആയി കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് കെട്ടണം. അത് ഓരോ വർഷം കൂടുമ്പോ അതിന് 5% വർധനവുണ്ട്. അപ്പൊ അതല്ലേ പറഞ്ഞത്, ഞാൻ മിഞ്ഞാന്നാ കുടിയിരുന്നേ. ഒരു വർഷമായിട്ടില്ലേ ഞാൻ കുടിയിരുന്നത്? മിഞ്ഞാന്നാ. ഞാൻ ഒരു വർഷമായിട്ടില്ല കുടിയിരുന്നിട്ടേ. നിങ്ങൾ ഇനി 2 വർഷം കഴിഞ്ഞ് കൂടിയിരുന്നിട്ട് കാര്യമല്ല. ഇത് വർഷത്തിൽ അല്ല സാറേ, ഇതൊക്കെ എന്ത് നിയമ? നിങ്ങൾക്ക് തോന്നണ പോലെ നിങ്ങൾ കത്താക്കാൻ എന്നിട്ട് നികുതി അടക്കാൻ പറ. എന്ത് ന്യായം? എന്റെ കുടിയിരിക്കലിനല്ല നമ്പർ ഇടുക. ഞാൻ കുടിയിരിക്കലിന്റെ അല്ല പറഞ്ഞത്. ഞാൻ കുടിയിരുന്നു മിഞ്ഞാന്ന് മുതലാണ് അതിൽ താമസം തുടങ്ങിയത്. എനിക്ക് ഇത് കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ 2 വർഷത്തെ നികുതി അടക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ നോട്ടീസ് വന്നിട്ടുള്ളത്. അതായത് നമുക്ക് വീടിന് നമ്പർ ആയിക്കഴിഞ്ഞാല് നമ്പർ ആകണ സമയം മുതൽ നികുതി ഉണ്ടാവും. കൂടിയിരിക്കേ അത് വെക്കുക എന്താണെങ്കിലും ചെയ്യാം. പക്ഷെ നമ്പർ ഇടുന്ന അന്ന് മുതൽ നികുതി വരും. ഇപ്പൊ ഇത് കഴിഞ്ഞ കൊല്ലം നമ്പർ ഇട്ടതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം മുതൽ നികുതി ഉണ്ട്. കഴിഞ്ഞ കൊല്ലം നമ്പർ ഇട്ടിട്ടില്ലല്ലോ. ആരാ നമ്പർ ഇട്ട്? ഞാൻ എഞ്ചിനീയർ നമ്പറല്ലേ ഈ നമ്പർ. നിങ്ങളെ പേരെന്താ? എന്റെ പേര് സലാം. സലാമിന്റെ തന്നെ. ആ വീട്ടുപേരാ തന്നെ. അപ്പൊ ഈ നിങ്ങളെ ഉടമസ്ഥതയിൽ വീടുണ്ടെന്ന് അല്ല സാറേ, ഞാൻ മിഞ്ഞാന്നാണ് കുടിയിരുന്നതേ. പിന്നെ ഇത് ആര് നമ്പർ ഇട്ടതാ എനിക്കറിയില്ല. നിങ്ങൾ കുടിയിരിക്കൽ ഇവിടെ പറഞ്ഞോ? അല്ല, കുടിയിരിക്കൽ ഞാൻ ഓഫീസ് പറയാ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ നിയമം ഉണ്ടോ? കുടിയിരിക്കൽ ഓഫീസ് അല്ല, അങ്ങനെ നിയമം ഉണ്ടോ എനിക്കറിയില്ല. അതല്ല നിയമം ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് കുടിയിരിക്കലല്ല നമ്പർ പിന്നെ ഇത് വരിക. നമ്പർ ഇവിടെ നിങ്ങളെ രേഖാമൂലം ഇവിടെ രേഖകൾ തന്ന് കഴിഞ്ഞാൽ നമ്പർ നിങ്ങൾക്ക് അനുവദിക്കും. അപ്പൊ നമ്പർ അനുവദിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ നികുതി ഉണ്ട്.